ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ലേണിംഗ് വിത്ത് GC. ഞാൻ ഗോകുചന്ദ്രൻ. സോ ഗൈസ്, നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ഗ്രൂപ്പ് ഡി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഡി എപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അനാലിസിസ് നടത്താം, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് സജഷൻസ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് 10th മാത്രമായിരിക്കും. ഇത്രയും വേണ്ടി അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് അല്ലേ. പിന്നെയാണ് ഗവൺമെന്റ് എന്തുകൊണ്ടൊന്നും 2019 ജൂണിലൊക്കെ ആയിട്ട് ITI മാൻഡേറ്ററി ആണ്. ഓക്കെ, 10th ടെക്നിക്കൽ പോസ്റ്റിന് ITI മാൻഡേറ്ററി ആണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ആര് പറഞ്ഞു? സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു. ഒരു എംപ്ലോയ്മെന്റ് നോട്ടീസ് ഇറക്കി അതിനനുസരിച്ച്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അത് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. 35,000+ വേക്കൻസീസ് ആയിട്ട് ഗ്രൂപ്പ് ഡിന് നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ 5,000+ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ്മാൻ്റെ പോസ്റ്റും റിമൈനിങ് ഒരു അറൌണ്ട് 30,000 നിയർലി എന്തായിട്ടാണ് വന്നത്? ടെക്നിക്കൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും ആ ഒരു പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. ടെക്നിക്കലായിട്ട് ITI ടെക്നിക്കലിന് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ CCI കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞ ആഴ്ച എംപ്ലോയ്മെന്റ് നോട്ടീസ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് എന്തോന്നു 2 ദിവസം മുന്നേ ഒരു സർക്കുലർ വന്നു. എന്തായിരുന്നു സർക്കുലർ വന്നത്? ITI മാൻഡേറ്ററി അല്ല, ഏതർ യു ക്യാൻ ഹാവ് 10th ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ 10th മതി, അല്ലെങ്കിൽ ITI മതി, അല്ലെങ്കിൽ CCI എന്ന് പറഞ്ഞ അപ്രന്റീസ്ഷിപ്പ് ആക്ട് കംപ്ലീറ്റ് ചെയ്തതായാലും മതി, ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇന്ന്, അതായത് ഇന്ന് 5-ാം തീയതി ജനുവരി, ഓക്കെ, എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ട്വിറ്ററിൽ നല്ലപോലെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ITക്കാരുടെ ക്യാമ്പയിൻ നമുക്കൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് മാൻഡേറ്ററി ആക്കണം, ITI ടെക്നിക്കൽ പോസ്റ്റ് മാൻഡേറ്ററി ആക്കണം, എന്നാലും ഞങ്ങളെ പോലുള്ളവർക്ക് ജോലി കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ITI ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതിഷേധം നടന്നാൽ ഈ ഗവൺമെന്റ് ഇത് മാറ്റവും കണ്ടറിയണം അല്ലേ. എനിക്കറിയില്ല, എൻ്റെ രീതിയിൽ എനിക്ക് പറയാനേ പറ്റില്ല. പക്ഷെ ഈ ഗവൺമെന്റ് എന്ത് ചിന്തിക്കുന്നതല്ല. കാരണം അവർ ആദ്യം പറഞ്ഞു ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത് 10th മാത്രം മതി നോക്കി, പിന്നെ അവരായിട്ടാണ് പ്രപ്പോസ് ചെയ്ത് ITI വേണമെന്ന് പറഞ്ഞിട്ടല്ലേ. എന്നിട്ടിപ്പോ ITI വീണ്ടും ഗവൺമെന്റിന് എടുത്ത് മാറ്റി ITI വേണ്ട 10th മതി. അപ്പൊ ITI ഉള്ളവർ എന്ത് സംഭവിച്ചു? നമുക്ക് ITI മാൻഡേറ്ററി ആക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇനി ആ പ്രതിഷേധം കണക്കിലെടുത്ത് ഗവൺമെന്റ് വീണ്ടും ITI മാൻഡേറ്ററി ആക്കിയാൽ നിങ്ങൾ 10th വിടുതിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരും ഇതുപോലെ പ്രതിഷേധത്തിന് ഇറങ്ങിയാൽ വീണ്ടും ഗവൺമെന്റ് ഇങ്ങനെ 10th കമ്പൽസറി, മീൻസ് ITI കമ്പൽസറി അല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രതിഷേധം തന്നെ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യും. ITക്കാരുടെ ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ഒരു #, ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് കണ്ടറിയാം. കാരണം അങ്ങനെ ചെയ്താലും വീണ്ടും അടുത്ത പ്രതിഷേധം വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ 10th ഉള്ളവർ ചോദിച്ചൂടെ, സാർ മീൻസ് ഇത്രയും കാലം നിങ്ങൾ 10th ആണ് ക്വാളിഫിക്കേഷൻ വെച്ച്, പിന്നെ എന്താ ITI വെച്ചിട്ട് വീണ്ടും 10th ആക്കി വീണ്ടും ITI ആക്കുന്നത്? നമുക്ക് 10th-കാർക്കും ഒരു ഇത് വേണ്ടേ? നമുക്കും 10th മാത്രം ക്വാളിഫൈ ചെയ്തവർക്കും എന്ത് വേണം? ഒരു ചാൻസ് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതിഷേധിക്കുകയാണെങ്കിൽ വീണ്ടും അത് അടുത്തൊരു ചോദ്യമായി. അപ്പോൾ ഈ ഒരു പ്രതിഷേധം കൊണ്ടൊരു എന്താ പറയുക, വീണ്ടും ITI തന്നെ മാൻഡേറ്ററി ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എനിഹൗ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ITI ഉള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർ അർഹിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് ഇല്ലാതായി പോകുന്നത്. സോ അറിയില്ല പാർട്ടി ഓഫ് ഗവൺമെന്റ് എന്ത് ഡിസിഷൻ എടുക്കുന്നത് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ 10th അല്ലെങ്കിൽ ITI ഉള്ളവർ ഇത് പ്രിപ്പയർ ചെയ്യും. പിന്നെ ITI ഉള്ളവർ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇത് ITI ഉള്ളവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇൻ ദ സെൻസ് എങ്ങനെയെങ്കിലും ഇതിൽ കയറി കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രഥമ ദൗത്യം. ബട്ട് അത് കയറി കഴിഞ്ഞാൽ 10th-ലുള്ളവരെക്കാളും, അതായത് 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരെക്കാളും നിങ്ങൾക്ക് വിത്തിൻ 1 or 2 പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ ദി സെൻസ് നിങ്ങൾക്ക് ALP ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ആകാം. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്ത് കയറുന്നതെന്ന് വിചാരിക്കും. ഞാൻ ടോപ്പിക്കിന് ഡീവിയേറ്റ് അല്ല കേട്ടോ, ഒരു എക്സ്ട്രാ കാര്യങ്ങൾ കൂടി എനിക്ക് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞ ശേഷം നമുക്ക് ഗ്രൂപ്പ് ഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇപ്പൊ ITI ഉള്ള ഒരാള് ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പൊ അയാൾ പോയിന്റ്സ്മാനോ അല്ലെങ്കിൽ ട്രാക്ക് മെയിൻ്റെനറോ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് പരിചയം, ഞാൻ കഴിഞ്ഞ ദിവസം ടെലഗ്രാമിൽ വോയിസ് മെസ്സേജ് ഇട്ട കാര്യം തന്നെയാണ്. അതായത് ഒരാള് എൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷനിലെ ഒരാൾ, ഒരു പയ്യനാണ്, ബീഹാറിലെ ഒരു പയ്യനാണ്, 22 വയസ്സെന്തായിട്ടുള്ള ആൾക്ക്. ആള് ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞ വർഷത്തെ ക്രാക്ക് ചെയ്തിട്ട്
ഇപ്പോൾ പോയിന്റ്സ് മാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്ക് IT ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പുള്ളി ALP എക്സാം എഴുതി, പക്ഷെ അന്ന് ക്ലിയർ ആവാനൊന്നും പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യത്തെ നോർമലായിട്ട് ഇപ്പോൾ ALP ഒന്ന് അപ്ലൈ ചെയ്തു. പക്ഷെ അതിന് മുൻപ് തന്നെ ഇവനിപ്പോൾ പോയിന്റ്സ് മാൻ ആയിട്ട് വർക്ക് ചെയ്തത് ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. 1 വർഷമാകത്ത് അവിടെയുള്ളിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് GDC എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, അതുപോലെ LDC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ GDC എന്ന് പറയുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാർക്കും എക്സാം എഴുതാം എന്നുള്ളതാണ്. ലെവൽ 1 എല്ലാവർക്കും എക്സാം എഴുതാം. LDC എന്ന് വെച്ചപ്പോൾ പോയിന്റ്സ് മാൻ ആണെങ്കിൽ ആ ഒരു ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എഞ്ചിനീയറിന്റെ ഡിപ്പാർട്ട്മെന്റ് LDC എന്ന് പറയുമ്പോൾ ആ ഒരു എഞ്ചിനീയറിംഗ് കാറ്റഗറി ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. ട്രാക്ക് മെയിൻ്റെനൻസ് അങ്ങനെയുള്ള ടെക്നിക്കൽ പോസ്റ്റ് റിലേറ്റഡ്. ഓക്കെ, സോ ഇവൻ പോയിന്റ്സ് മാൻ ആണ്, പക്ഷെ ഇവൻ IT ഉണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ALPന്റെ വിളിച്ചു. ആ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വിളിച്ചത് ഇവൻ അവിടെ ഇരുന്ന് എപ്പോഴും ഇങ്ങനെ പഠിക്കുകയായിരുന്നു. പഠിക്കുക ഇൻ ദി സെൻസ് BSc വേണ്ടിയാണ് ആൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ എക്സാം വന്നപ്പോൾ ഒരു 2-3 മാസം ഇവൻ പഠിച്ച് ടച്ച് ഇതുവരെ വിട്ടിട്ടില്ലല്ലോ. കാരണം ഇപ്പം 1 വർഷമായിട്ടുള്ളൂ. ആ ഒരു ഇത് ഇപ്പോഴും അവന്റെ മെമ്മറീസിലോ അത്യാവശ്യമുണ്ട്. അവനിങ്ങനെ ഇതിന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി. അപ്പൊ അവൻ എന്ത് കിട്ടി? ALP ക്വാളിഫൈ ചെയ്യ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റില്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പൊ അതിന് സൈക്കോമെട്രി എക്സാം ഒക്കെ അതും ക്ലിയർ ആയി, മെഡിക്കലും ക്ലിയർ ആയി. മെഡിക്കൽ ക്ലിയർ ആയി കഴിഞ്ഞ് വിത്തിൻ ഇനി ഇപ്പൊ 2 പാനലായിട്ടാണ് വിളിക്കുന്നത്. ഒരു പാനൽ ഇപ്പോൾ ട്രെയിനിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതിന്റെ അടുത്ത പാനൽ ഇവനും കയറും. അപ്പൊ വിത്തിൻ 2 or 3 months ആള് ALP ആയിട്ട് മാറും എന്നുള്ളതാണ് സത്യം. അതായത് 1 വർഷത്തിനുള്ളിൽ ഗ്രൂപ്പ് D ആയിട്ട് കയറിയ പോയിന്റ്സ്മാൻ ആയിട്ട് കയറിയിട്ടുള്ള ഒരാള് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി എന്തായിട്ട് കയറി? അവൻ ALP ആയിട്ട് കയറി. അവനെ അതിനെ സഹായിച്ചത് അവന് IT ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ സ്റ്റേഷനും പോയിന്റ്സ്മാൻമാരുണ്ടല്ലോ, അവർക്ക് എക്സാം എഴുതാൻ പോലും പറ്റിയില്ലല്ലോ. വേറെ സ്റ്റേഷൻസ് സാധാരണ നിലവിലുണ്ടല്ലോ, അവർക്കൊന്നും എക്സാം എഴുതാൻ പോലും പറ്റിയില്ലല്ലോ. എന്തുകൊണ്ട് പറ്റിയില്ല? കാരണം അവർക്ക് IT എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പൊ നിങ്ങളിത് കയറി കഴിഞ്ഞാലും IT ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒന്നെങ്കിൽ അതുപോലെ JEE എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു. JEE എന്ത് വേണം? ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വേണം. അപ്പോൾ ഈ ഗ്രൂപ്പ് D ആയിട്ട് കയറിയിട്ടുള്ള ഒരാൾ ഇങ്ങനെ എക്സാം എഴുതി ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കറസ്പോണ്ടിങ് എഞ്ചിനീയറിംഗ് എക്സാം ഡിപ്പാർട്ട്മെന്റ് എഴുതി കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്നാൽ പിന്നെ നമ്മൾ പോയിന്റ്സ്മാൻ ആയിട്ട് IT ഇല്ലാത്തവർക്ക് അപ്പോൾ പ്രൊമോഷൻ ഒന്നും സാധ്യതയില്ലേ? ഉണ്ട്, അവർക്ക് സാധ്യതയുണ്ട്. പോയിന്റ്സ്മാനിൽ തന്നെ BA എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് കയറി പോവാം. അത് കൂടാതെ നിങ്ങൾക്ക് ഒരു 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണമെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. TT ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഗ്രൂപ്പ് ഡിയിൽ കയറി കഴിഞ്ഞാലുള്ള സാധ്യതകളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഗ്രൂപ്പ് D എന്നുള്ളത് നിങ്ങൾ ചെറിയൊരു എക്സാം ആയിട്ട് കാണണ്ട. ചെറുതായി, അതായത് ഗ്രൂപ്പ് D എന്നുള്ളത് ലെവൽ 1 പോസ്റ്റിന് ഏറ്റവും റെയിൽവേന്റെ താഴെയുള്ള പോസ്റ്റാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഈ ലെവൽ 1 എന്ന് പറയുന്ന എക്സാം. നമ്മൾ അതിന് ഗ്രൂപ്പ് D എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ കയറി കഴിഞ്ഞാലും ഒന്നെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ വീണ്ടും അടുത്ത വർഷത്തിൽ ഒരു 5 വർഷത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറാം. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പ്രൊമോഷൻ ആയിട്ട് മാറാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇതേപോലെ വേറൊരു ആൾ ഇതേപോലെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളി തന്നെയാണ്, അക്കാഡമിക്സ് ഗ്രൂപ്പിലൊക്കെ ഉള്ള അയാൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഊട്ടിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു സ്റ്റേഷനിൽ വെച്ച് തന്നെ കണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് വളരെ നല്ല കാര്യം. അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രാക്ക് മാനേജറായിട്ട് തൃശ്ശൂരിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കയറിയിട്ട് 2-3 മാസം ഉണ്ടായിട്ടുള്ളൂ. 2 മാസം എന്ന് വിചാരിക്കണം, അറിയില്ല. ഓക്കെ, എന്തായാലും 1 വർഷമൊന്നും ആയിട്ടില്ല, കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ഇയാൾ ഇതേപോലെ സെയിം ALP എക്സാം എഴുതിയിട്ട് ആളുകളാക്കിയത് ALPന്റെ ട്രെയിനിങ്ങിന് പോവാണ്. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും നല്ല സുഖമുണ്ട്. അവർക്കും ഒരു സന്തോഷം ഉണ്ടാകും, കേൾക്കുന്ന നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ എന്തുണ്ട്? ഗ്രൂപ്പ് D എക്സാം ഉണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെന്താ നമുക്ക് പറയാനുള്ളത്? ഈ 37 നെഗറ്റീവ് ഉണ്ട്. ഞാൻ പറയുമ്പോൾ നെഗറ്റീവ് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട, പക്ഷെ അത് സത്യാവസ്ഥയാണ്. കാരണം ഈ 35,000 വേക്കൻസി എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്നത് ഒരു 18,000 അല്ലെങ്കിൽ 19,000 കിട്ടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ 35,000 വേക്കൻസിയിൽ ഒരു 20% എന്ന് പറയുന്നത് CCAA എന്ന് പറയുന്ന അപ്രന്റീസ് ആക്ട് കംപ്ലീറ്റ് ചെയ്തവർക്കുള്ള വേക്കൻസീസ്. 35,000 20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6,000 പോകും. നിയർലി 6,000-7,000 വേക്കൻസീസ് കൊടുക്കും. ബാക്കിയുള്ള 20% എന്ന് പറയുന്നത് എക്സ് സർവീസ്മാനെ കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ അവിടെയും പോയില്ല. പിന്നെയുള്ളൊരു 40%. അതിൽ 3% എന്തോ എന്തായിട്ട് പോകും? ഫിസിക്കലി ഡിസേബിൾഡ് അല്ലേ? 5-3 30% PWD എന്ന് പറയും. അപ്പൊ 45% അപ്പം തന്നെ പോയി റിമൈനിങ് ഉള്ള 55% പോട്ടെ 60%-ത്തിലായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
കഴിഞ്ഞ വർഷം 1,00,000 വേക്കൻസി ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ വർഷം 30,000-35,000 വേക്കൻസി വെച്ചിരിക്കുന്നത്. അതിൽ 60% എന്ന് പറയുമ്പോൾ 20,000 അടുത്ത് 18,000-20,000 സീറ്റിലായിരിക്കും നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അത് ഓൾ ഇന്ത്യ ലെവലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓൾ ഇന്ത്യ വേക്കൻസിയാണ് 20,000. ഓക്കെ, ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരു തോന്നുന്നുണ്ടാവും വേക്കൻസി ആക്ച്വലി കൂടുതലല്ലേ, അപ്പോൾ വേക്കൻസിനെ കൂടാൻ സാധ്യതയുണ്ടോ? ഈ കൂടുതലല്ലേ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അതിന് മുമ്പ് ഇനി വേക്കൻസി കൂടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും, പക്ഷെ സാധ്യതയുണ്ട്. വേക്കൻസി അതിപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന്റെ സമയത്തൊന്നും അവരെങ്ങനെ കൂടി എന്ന് പറഞ്ഞ് വിളിക്കില്ല. കാരണം കഴിഞ്ഞ 2019 ഗ്രൂപ്പ് ഡിയിൽ വിളിച്ചിട്ട് 4 വർഷത്തിനപ്പുറം അപ്പോയിന്റ്മെന്റ് കിട്ടിയ ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് ഗ്രൂപ്പ് സിന്റെ എക്സാം ആണെങ്കിൽ തന്നെ ഇപ്പോഴും താഴ്ന്ന് വിളിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. അതായത് 2019 NTPC വിളിച്ചിട്ട് 2025 ചിലപ്പോൾ അവർ വിളിക്കേണ്ടാവും. നിങ്ങളുടെ എക്സാം വരുന്നതിന് മുമ്പ് വരെ വിളിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു എക്സാം കിട്ടിക്കഴിഞ്ഞാലും വേക്കൻസി അവിടെ ഇൻക്രീസ് ചെയ്തില്ലെങ്കിലും അത് പുറത്ത് അറിയിച്ചില്ലെങ്കിലും വേക്കൻസി ഇൻക്രീസ് ആയിട്ടുള്ള കാര്യം പുറത്ത് അറിയിച്ചില്ലെങ്കിലും ഈ ഡൗൺ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയും. അതായത് നിങ്ങൾ ഓൾറെഡി വിളിച്ച ആൾക്കാർ കഴിഞ്ഞ് നമ്മൾ റാങ്ക് ലിസ്റ്റ് നമ്മൾ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന മാനദണ്ഡമൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ താഴ്ത്തുന്നുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അടുത്ത എക്സാം നടക്കുന്ന വരെയും അവർ വിളിക്കും. അത് ചിലപ്പോൾ വേക്കൻസി ഇൻക്രീസ് ആയെന്നൊന്നും അവർ പറയില്ല, അല്ലാതെ തന്നെ അവർ എന്ത് ചെയ്യും, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ വേക്കൻസി കൂടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ പാലക്കാട് ഡിവിഷനിൽ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള 51 പേര്, അതായത് ചെന്നൈയിൽ നിന്നുള്ള 51 സ്റ്റേഷൻ മാസ്റ്റേഴ്സ്, ചെന്നൈ ഡിവിഷനിലുള്ള ആൾക്കാരെ ഇവിടെ താൽക്കാലികമായിട്ട് നിയമിച്ചിട്ടുണ്ട്. പാലക്കാട് ഡിവിഷനിൽ 51 പേര് വേക്കൻസി ഇല്ല, അവിടെ ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ 51 പേര് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പാലക്കാടിന് നേരത്തെ പറഞ്ഞില്ല ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ പോയിന്റ്സ്മാൻമാർക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആവാന്ന് പറഞ്ഞില്ലേ. അപ്പോ 55 പേര് എന്തോ പാലക്കാടില് ഈ പോയിന്റ്സ്മാൻമാർക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി എന്താ ഇങ്ങോട്ടേക്ക്, അതായത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നടക്കാൻ പോവാണ്. ഈ 51 അല്ലെങ്കിൽ 55 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാലക്കാട്ടിൽ നടക്കാൻ പോവാ. അപ്പൊ ഈ 55 പോയിന്റ്സ്മാൻമാര് എന്തായിട്ട് മാറും, സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആയിട്ട് മാറും. അത് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആയിട്ട് മാത്രമല്ല, ചിലപ്പോൾ വേറെയും എക്സാം ഇനി നടക്കാമല്ലോ, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് കൊമേഴ്ഷ്യൽ ക്ലർക്കിന്റെയോ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ വാട്സ്മാൻമാർ വേറെ എക്സാം കിട്ടി പോയവരുണ്ടാവും. എന്തായാലും ഇങ്ങനെ 51 പേര് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആയി കഴിഞ്ഞ ഡെഫിനറ്റായിട്ടും അവിടെ എന്തായി വേക്കൻസി വന്നില്ലേ. ആ 51 സ്റ്റേഷൻ മാസ്റ്റേഴ്സിന്റെ വേക്കൻസി പാലക്കാട് വന്നില്ലേ. നിങ്ങൾ ആലോചിക്കുക, മൊത്തം 5,000 വേക്കൻസിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ. അപ്രോക്സിമേറ്റ് 5,200-300 ഒക്കെ 5,500 തന്നെ വെച്ചോ, അത്രയും വേക്കൻസീസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻസ് അനലൈസ് ചെയ്ത് നിങ്ങൾ എക്സാമിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് ഇത്രയും വേക്കൻസീസ് ആണ്. അത് എത്രയോ ഒരു വർഷമൊക്കെ മുന്നേ വരെ അസസ് ചെയ്തിട്ടുള്ള വേക്കൻസീസ് ആയിരിക്കും അല്ലെ. ഇപ്പൊ 51 പേര് അവിടെ പോസ്റ്റ് ചെയ്താൽ 51 വേക്കൻസി വന്നാൽ അത് അവിടെ കാണിക്കും. അപ്പൊ പിന്നീട് എന്തെങ്കിലും അത് കൂട്ടും വേക്കൻസി. അതിന് മീൻസ് വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. പാലക്കാട് മാത്രം ഇങ്ങനെയാണെങ്കിൽ എത്ര ഡിവിഷൻസ് ഉണ്ടാവും ഓൾ ഇന്ത്യ ലെവല്? അവിടേക്ക് ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നടക്കില്ലേ? അവിടേക്ക് ഇങ്ങനെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടേക്ക് വേക്കൻസി ക്രിയേറ്റ് ആവില്ലേ? അത് ചിലപ്പോൾ റെയിൽവേ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ പുറത്തുവിടണം എന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ജോലി കിട്ടി ഗവൺമെന്റ് ലിസ്റ്റ് 1-2 വർഷം കഴിയുമ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരെടുക്കും. അങ്ങനെ എടുത്തുകൂടെ? അത് ചിലപ്പോൾ അവർ അറിയിക്കില്ല. അത് ആ എടുക്കുന്ന ആൾക്ക് മാത്രമേ ന്യൂസ് കിട്ടുള്ളൂ. അവർക്ക് ഇമെയിൽ പോകും. അവരിത് പബ്ലിക്കായിട്ട് പറയില്ലല്ലോ. എത്ര പേർക്ക് ഇപ്പോൾ 50 പേർക്ക് കിട്ടിയെന്ന് വെച്ചാൽ 50 പേർക്കും ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ പോകുന്നത്. ഗ്രൂപ്പ് ഡി 2024 ഗ്രൂപ്പ് ഡി എഴുതിയിട്ട് ചിലപ്പോൾ 26-ലോ 27-ലൊക്കെ ആയിരിക്കും അവർക്ക് പോകുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഈ വേക്കൻസി നികത്തും. അല്ലാതെ ഒഫീഷ്യലായിട്ട് വേക്കൻസി ഇപ്പൊ ടെക്നീഷ്യൻ പക്ഷേ അതേസമയം അല്ലെങ്കിൽ ഏൽപ്പിക്കണം എന്ന് തോന്നുന്നു. ഇപ്പൊ വേക്കൻസി കൂട്ടി എന്ന് പറഞ്ഞ ഒരു റെയിൽവേ നോട്ടിഫിക്കേഷൻ ഇറക്കാതിരിക്കാം വേക്കൻസി ഇൻക്രീസ്. അതൊക്കെ റെയിൽവേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ പക്ഷെ ആ വേക്കൻസിയിൽ കണ്ടുനിട്ടിരിക്കാതെ ഉള്ള വേക്കൻസിയിൽ എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിക്കുക. ആ എക്സാം ക്രാക്ക് ചെയ്ത് നമ്മൾ പ്രൊമോഷൻ ആവും. അടുത്ത വേക്കൻസിന് ഗവൺമെന്റ് ലിസ്റ്റ് വിളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രൊമോഷനായി കിട്ടാനുള്ള സാധ്യത ഒന്നുകൂടെ തരാം. അങ്ങനെ സംഭവിക്കാം. ഓക്കെ, ഈ ഒരാൾ എന്നോട് ഡൗട്ട് ചോദിച്ചത്, അതായത് റെയിൽവേ പകുതി വേക്കൻസിയിലേ വിളിച്ചിട്ടുള്ളൂ, 35,000 വേക്കൻസിയിൽ വിളിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് പകുതി വേക്കൻസി? ആക്ച്വലി 70,000 വേക്കൻസി ഇല്ലേ?
ഈ ചോദിക്കുന്ന ആളുടെ ഈ ഒരു ചോദ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. 70,000 വേക്കൻസി ഉണ്ടെന്നുള്ളത് മേ ബി RTI ഫയലിൽ കിട്ടിയോ എനിക്കറിയില്ല. കിട്ടാം അല്ലേ? പക്ഷെ 70,000 വേക്കൻസി ഉള്ളത് സത്യമാണോ എനിക്കറിയില്ല. അങ്ങനെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡിവിഷനിൽ എനിക്കറിയാം ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഈ പാലക്കാട് ഡിവിഷൻ ആണെങ്കിലും ട്രിവാൻഡ്രം ഡിവിഷൻ ആണെങ്കിലും നിങ്ങൾ അറിയുന്ന ആൾക്കാരോട് ഗ്രൂപ്പ് ഡി ആയിട്ട് വർക്ക് ചെയ്യുന്ന ട്രാക്ക് മെയിൻ്റനൻസിനോടോ പോയിന്റ്സ്മെനോടോ നിങ്ങൾ ചോദിച്ചു നോക്കി എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടോ, എവിടെയെങ്കിലും. എൻ്റെ സെക്ഷനിൽ ഇപ്പം നീലഗിരി മോണ്ടൽ എന്ന് പറയുന്ന ആ സെക്ഷനിൽ പോയിന്റ്സ്മെൻ എക്സസ് ആണ് ആക്ച്വലി കൂടുതലാണ്. ഓക്കെ, എൻ്റെ അറിവിൽ വേക്കൻസി ഇല്ല. സേലം ഡിവിഷനിൽ മീൻസ് കുറവ് എന്ന് പറയുന്ന സാധനമില്ല. അവർക്കൊക്കെ എപ്പോൾ ചോദിച്ചാലും ലീവാണ്, ആൾക്കാരുണ്ട് വർക്ക് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ വേക്കൻസി ഇവിടെ എന്തായാലും ഇല്ല. പാലക്കാട് എനിക്കറിയുന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവിടെയും ഈ കുറവെന്ന് ആരും പറഞ്ഞില്ല. ഗ്രൂപ്പ് ഡിന്റെ കാര്യം ഞാൻ പറയുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ട്രാക്ക് മെയിൻ്റെനൻസ്, ഗ്രൂപ്പ് ഡിയിൽ വരുന്ന ട്രാക്ക് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഈ പോയിന്റ്സ്മെൻ എന്ന ഭാഗത്ത് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ TT അല്ലെങ്കിൽ ALP എന്നൊക്കെ പറയുമ്പോൾ അവിടെ വേക്കൻസി ഉണ്ടെന്നാണ്, അവിടെ ഷോർട്ടേജ് ആണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം 1 ലക്ഷം വേക്കൻസി ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞ NTPC 1 ലക്ഷം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരാൾ എക്സസ് ആണെന്ന് പറഞ്ഞില്ലല്ലോ, ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ വാസ്തവത്തിൽ അത് എക്സസ് ആയിട്ട് അവർ വിളിച്ച്, അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും പേര് നിരത്തിക്കൊണ്ടിരിക്കുന്നത്, ആളുകൾ കൂടുതലായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ എക്സസ് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയ ന്യൂസ് ആണെങ്കിൽ നിങ്ങളത് RTIയിൽ ചെയ്താൽ ചിലപ്പോൾ കിട്ടിയിരിക്കും, ഒഫീഷ്യലായിട്ട് കിട്ടിയിരിക്കും എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത്. അല്ലാതെ എനിക്ക് കൂടുതൽ ഉണ്ടോ എന്നുള്ള കാര്യം ഡിപ്പെൻസ്. ഈ സേലം ഡിവിഷൻ അല്ലെങ്കിൽ പാലക്കാട് ഡിവിഷൻ വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അറിവിലില്ല. മേ ബി നിങ്ങളുടെ അറിവിലുണ്ടാകും, എനിക്കറിയില്ല. ഓക്കെ, അപ്പം അതെന്തായാലും ആ ഒരു കൂടും അല്ലെങ്കിൽ കൂട്ടിയാലേ നമ്മൾ എക്സാം എഴുതുള്ളൂ അങ്ങനെയുള്ള ചിന്താഗതി വെക്കാതിരിക്കുക. ഉള്ള വേക്കൻസിയിൽ കോമ്പീറ്റ് ചെയ്ത് നല്ലപോലെ പഠിച്ച് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗ്രൂപ്പ് ഡിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് കോമ്പറ്റീഷൻ ഇസ് വെരി ഹൈ. വളരെ നല്ല ഹൈ കോമ്പറ്റീഷനുള്ള ഒരു എക്സാം ആയിരിക്കും ഗ്രൂപ്പ് ഡി. ഓക്കെ, അപ്പോൾ ആ കാര്യം ആയി. ഇനി എന്താ ഇതിൽ പറയുന്നുള്ളത്? ഇതിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം? ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഒരു കാര്യം പറയാം. നിങ്ങൾ ഗ്രൂപ്പ് ഡിയിൽ ഈ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഡിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സപ്പോസ് എന്തെങ്കിലും നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ, ഇതൊരു എക്സാം ഒന്നും എഴുതാത്ത ആൾക്കാരാണെങ്കിൽ ഗ്രൂപ്പ് ഡി കിട്ടിയെന്ന് വരില്ല. പക്ഷെ നെഗറ്റീവ് പറയല്ല കേട്ടോ. ഇനി 2 മാസം കൊണ്ട്, കാരണം 2 വർഷമായിട്ട് പഠിച്ച് കിട്ടാത്ത ഒരാൾക്കാരുണ്ട്, 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്ത ആൾക്കാരുണ്ടാകാം, എൻ്റെ അറിവിലില്ല. ബട്ട് ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോഴാണ് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിയുമ്പോഴാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് എന്ത് വരുന്നത് 2 മാസം കൊണ്ട് പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അത്രയും നിങ്ങൾ പെർഫെക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് ഞാൻ പറയും. കാരണം 2 വർഷം കിട്ടാത്ത ഒരാൾ 2 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ്. ഇത്രയും ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇത്രയും ഹൈ കോമ്പറ്റീഷനിൽ ഇത്രയും കൂടിയ ആൾക്കാർ എഴുതുന്ന എക്സാമിൽ 2 മാസം കൊണ്ടൊക്കെ ഒരാൾ പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യുന്ന വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അയാൾക്ക് ഞാൻ ഇപ്പോഴൊരു ക്ലാപ്പ് കൊടുക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യാതെ അടുത്ത എക്സാമായിട്ട് മുന്നോട്ട് പോയ NTPC ഈ ഗ്രൂപ്പ് ഡി എക്സാം കഴിഞ്ഞാൽ തന്നെ 2 മാസത്തിനുള്ളിൽ എന്ത് വരും, NTPC വരും. NTPCയിൽ +2 ലെവലുള്ള വേക്കൻസീസ് ഉണ്ടാകും, അതേപോലെ ഡിഗ്രി ലെവലുള്ള വേക്കൻസീസ് ഉണ്ടാകും. അപ്പോൾ അത് ഇതിൻ്റെ അതേ സിലബസ് തന്നെ ആയിരിക്കും. എന്തായാലും വ്യത്യാസം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡി ആകുമ്പോൾ സയൻസിനെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, NTPC ആകുമ്പോൾ GK കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത്ര വ്യത്യാസമുള്ളൂ. ബട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സംവാട്ട് സെയിം ആയിരിക്കും. ഓക്കെ, എന്തായാലും അതിന് NTPCനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഗ്രൂപ്പ് ഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാത്സ്, റീസണിങ്, സയൻസ്, GK. മാത്സ്, റീസണിങ്, സയൻസ്, GK ഈ 4 ഇതിൻ്റെ സിലബസ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് റീസണിങ് എന്നുള്ള ഭാഗത്താണ്. 30 ക്വസ്റ്റ്യൻസ് റീസണിങ്ങിൽ ഉണ്ടാവും, 30 ചോദ്യങ്ങൾ. പിന്നെ 25 ചോദ്യങ്ങൾ സയൻസിൽ ഉണ്ടാകും, ബാക്കി 25 ചോദ്യങ്ങൾ മാത്സിലുണ്ടാവും. അപ്പം തന്നെ എത്രയായി? 30, 25, 50, 80 ക്വസ്റ്റ്യൻസ് അവിടെ കഴിയും. ബാക്കി 20 ക്വസ്റ്റ്യൻസ് ആണ് GK എന്ന് മാത്രം ചോദിക്കുന്നത്. അപ്പോൾ GK നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക, പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് റീസണിങ്ങിന് കൊടുക്കുക. 30 ചോദ്യങ്ങളും ഇപ്പോൾ പുതിയ രീതിയിലുള്ള റീസണിങ്ങിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. അനലോജീസ് എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ ഈ പസിൽസും ആ കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് ടഫ് ഇൻ ദി സെൻസ് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലും ഓരോ എക്സാമിനും പുതിയ പുതിയ രീതിയിലുള്ള റീസണിങ് ക്വസ്റ്റ്യൻസ് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം കഴിഞ്ഞ ALP JE എന്ന് പറയുന്ന പേപ്പേഴ്സ് ജസ്റ്റ് അനാലിസിസ് ചെയ്യുക. ഇപ്പം കഴിഞ്ഞ ഈ വർഷം അല്ലെങ്കിൽ 2024 ഡിസംബർ, ഒക്ടോബർ, നവംബറിലൊക്കെ കഴിഞ്ഞ
ALPൻ്റെയും ടെക്നീഷ്യൻ്റെയും JEEൻ്റെയും പേപ്പേഴ്സ് നിങ്ങൾ അനാലിസിസ് ചെയ്യാം. അത് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത്. എല്ലാം ഓൾമോസ്റ്റ് ഒരേ പാറ്റേണിലാണ് റീസണിങ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെയും കഴിഞ്ഞ NTPC ഗ്രൂപ്പ് ഡിൻ്റെ എക്സാം, അതിന് മുമ്പ് നോക്കണമെന്ന് ഞാൻ പറയില്ല. നോക്കിയാലും കുഴപ്പമില്ല, കാരണം അതിനുള്ള ടൈം നമുക്കില്ല. ബട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ 3 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ള കാര്യം. മൂന്നാമത് അതിൻ്റെ മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യം. ഓക്കെ, സിലബസ്, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇത് 3 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡാറ്റ ഞാൻ ടെലഗ്രാം ചാനലിന് മുമ്പ് NTPC എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളൊരു മെസ്സേജ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനാണ് ഗ്രൂപ്പ് ഡിക്കും അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, സിലബസ്, അതേപോലെ ഫസ്റ്റ് സിലബസ്, സെക്കൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പിന്നെ മോക്ക് ടെസ്റ്റ്. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പം കഴിഞ്ഞ മസ്റ്റായിട്ടും നോക്കുക. ഇപ്പം കഴിഞ്ഞ ALP JEE ടെക്നീഷ്യൻ്റെ റീസണിങ്, മാത്സ്, അതേപോലെ അതിൽ അത് ഞാൻ പറയാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രീവിയസ് 2019 NTPC ഗ്രൂപ്പ് ഡിനെ നോക്കുക. അതിനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി അതിൽ കൂടുതൽ സമയം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചു. എല്ലാം വാരി വിളിച്ച് നിങ്ങൾ പഠിക്കാതെ ആ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ GK കാര്യം ഞാൻ പറയുകയാണെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ ഹിസ്റ്ററി മാത്രം 1.5 മാസത്തിൽ പഠിച്ചാൽ മതിയോ? ചിലപ്പോൾ ഹിസ്റ്ററിന് 1-2 ചോദ്യങ്ങളേ വരുള്ളൂ. ജോഗ്രഫി അല്ലെങ്കിൽ എക്കണോമിക്സ്. അപ്പം ഇതൊക്കെ 20 ക്വസ്റ്റ്യനകത്താണ്. GK എന്ന് വെച്ചാൽ ഒരു സമുദ്രം പോലെയാണ്. നമ്മൾ എത്ര പഠിച്ചാലും തീരില്ല. അറിവ് നേടിക്കൊണ്ടിരിക്കണം. അത് പ്രത്യേകിച്ച് GKൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നമ്മൾ എത്ര പഠിച്ചാലും പുതിയ പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും GKയിൽ. അതിന് നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ GKയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എഴുതുന്നത് കറണ്ട് അഫയേഴ്സ്, അതുപോലെ സ്റ്റാറ്റിക് GK. സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോൾ ഇപ്പോൾ, അതായത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ GK അല്ലേ, ഫെസ്റ്റിവൽ, സ്പോർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിക് GK. 20ൽ 50% ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് പ്ലസ് സ്റ്റാറ്റിക് GK ആയിരിക്കും. 10-12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GK മാത്രം ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. ബാക്കിയുള്ള ഒരു 8-10 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി, GK, പൊളിറ്റി, എക്കണോമിക്സ് ഇതെല്ലാം കൂടി വരുന്നത്. അപ്പം തന്നെ GK എങ്ങനെ പഠിക്കുന്ന കാര്യം മനസ്സിലായോ? കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് 7 വർഷത്തെ പഠിക്കണം എന്ന് ചോദിച്ചാൽ മിനിമം 1 വർഷത്തെ കാര്യം. ഞാൻ മുമ്പ് 2 വർഷം എന്നാണ് പറയുക. നമുക്കിപ്പോൾ സംഭവം കുറവാണ്, ടൈം ലിമിറ്റ് കുറവായതുകൊണ്ട് എപ്പോഴും പഠിക്കുമ്പോൾ 2 വർഷത്തെ പഠിക്കുക, അല്ലെങ്കിൽ മിനിമം 1.5 വർഷത്തെങ്കിലും പഠിക്കുക. ഇപ്പം കഴിഞ്ഞ എക്സാംസിൽ എങ്ങനെ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 2024 എക്സാമിൽ 2023 പകുതി മുതലുള്ളത് പഠിക്കുക. 2024 മാത്രമല്ല, 90% അവർ 2024 കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിക്കോ NTPCക്കോ 2024 അല്ലെങ്കിൽ മാത്രം ചോദിക്കണമെന്ന് നിർബന്ധമില്ല. 2025 വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 2023 ചോദിക്കാം. നമ്മുടെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് 2023 പകുതി മുതലുള്ളതെങ്കിലും മിനിമം പഠിക്കുക എന്നുള്ളതാണ്. 2022 ചോദിച്ചാലും പണ്ടുപെടാനൊന്നുമില്ല. അപ്പൊ 2023 സമയം ഉണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ 2024 തറവായിട്ട് പഠിക്കുക. 2024 ജനുവരി മുതലുള്ളത് മിനിമം എന്തായാലും പഠിച്ചേ പറ്റൂ എന്ന് ഞാൻ പറയും. കറണ്ട് അഫയേഴ്സ് എല്ലാം ഈച്ച് ആൻഡ് എവറി പോയിന്റ്. സ്റ്റാറ്റിക് GK നല്ലപോലെ പഠിക്കുക. അതിന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം, അതേപോലെ ഇപ്പം കഴിഞ്ഞ എക്സാമിൻ്റെ നോക്കാം. അതിന് നിങ്ങൾ സയൻസിന് 25 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ആ 25 ക്വസ്റ്റ്യൻസ് പ്യൂർലി NCERT ആയിരിക്കും. പ്യൂർലി മീൻസ് 100% NCERT ആയിരിക്കും. സാധാരണ നമ്മൾ 6 മുതൽ 10 വരെയുള്ള NCERT, നമ്മളത് ഇപ്പോഴത്തെ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് പോലും ഈ ലൂസിൻ എന്ന് പറയുന്ന സബ്ജക്ട് മാത്രം പഠിച്ചാൽ ട്രാക്ക് ചെയ്യും. ഞാൻ പക്ഷേ കഴിഞ്ഞ ഗ്രൂപ്പ് 2019 മുതലേ കുട്ടികളോട് പറയുന്ന കാര്യമാണ്, സയൻസ് പഠിക്കുകയാണെങ്കിൽ എപ്പോഴും NCERT പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയിൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്രെൻഡാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ സയൻസ് ക്വസ്റ്റ്യൻ കിട്ടും. അതുപോലെ ലൂസൻറ്റിൻ്റെ ബുക്ക് മാത്രം പഠിച്ചാൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും, GKൻ്റെ ക്വസ്റ്റ്യൻ കിട്ടും. പക്ഷെ കാലം മാറി മക്കളെ. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സയൻസ് NCERT വെറുതെ എങ്ങനെ പഠിച്ചാൽ NCERT ഗൈഡ് വാങ്ങിയിട്ട് പോലും കാര്യമില്ല. NCERTന് അകത്ത് പോയി പഠിക്കും, അകത്ത് നോക്ക്. അകത്ത് ചിലപ്പോൾ അവരൊരു ചോദ്യമായിട്ടായിരിക്കും ഒരു സെന്റൻസ് അതിൻ്റെ ഉത്തരവില്ല, ചോദ്യമായിട്ടായിരിക്കും ഇടുന്നത്. ഓക്കെ, അതായത് കുട്ടികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുക്കുന്ന പോലുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ NCERT ബുക്കിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയൻസിൽ ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഫിസിക്സിലാണെങ്കിൽ ഗലിയിൽ ഒരു കുട്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇനേഷ്യ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഡീറ്റെയിൽസ് NCERTയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനേഷ്യ എന്ന് പറയുന്ന എന്താണ് ഇനേഷ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ടൊരു ചോദ്യം ഇട്ടുണ്ടോ, കുട്ടി തിങ്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു കുട്ടി ഇങ്ങനെ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം, പെട്ടെന്ന് ബസ് സ്റ്റോപ്പ് ചെയ്തു, കുട്ടി ദാറ്റ് ബോയ് വിൽ ഫോൾ ഫോർവേഡ്, ആ കുട്ടി മുന്നോട്ടേക്ക് വീഴും. എന്നിട്ട് നമുക്ക് ചോദ്യം, വാട്ട് ഇസ് ദി റീസൺ യു തിങ്ക് എന്ന് പറഞ്ഞാൽ NCERTയിൽ അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അതായത് ചില സെന്റൻസ് ഒരു
ഉത്തരം പറയാതെ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ഗ്രൂപ്പ് ഡിക്ക് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതായത് എൻസിറ്റി കലക്കി കുടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഈച്ച് ആൻഡ് എവരി സെന്റൻസ് നല്ലപോലെ പഠിക്കുക. ഓക്കെ, നിങ്ങളൊരു കോഴ്സ് എടുത്തു, നിങ്ങൾക്ക് സയൻസ് ടഫാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ വാരി വിളിച്ച് പഠിക്കാതിരിക്കുക. പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് യൂട്യൂബ് ചാനൽസ് നോക്കി. നിങ്ങൾ വിചാരിക്കട്ടെ, ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ അവർക്ക് പ്രോഫിറ്റ് ഇല്ലാതെ ഫുൾ എന്താ പറയുക, ഫുൾ സിലബസും അവർ നിങ്ങൾക്ക് ചാനൽ ഇടുന്നു തോന്നുന്നുണ്ടോ? ഏത് ചാനൽ എങ്ങനെയുള്ളത്? ഫുൾ സിലബസ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ്, മാത്സ്, റീസണിങ്, അതേപോലെ GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, ഇതെല്ലാം. അങ്ങനെ ഏതെങ്കിലും ചാനലിൽ ഫുൾ ഗ്രൂപ്പ് ഡി ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിടുന്നതായിട്ട് ചാനലുണ്ടോ? ഏതെങ്കിലും ചാനൽ പ്രോഫിറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ചാനലുണ്ടോ യൂട്യൂബിൽ? അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയുണ്ട്. യൂട്യൂബ് നിങ്ങൾ അറിവ് നേടിക്കുക, പക്ഷെ യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് 2000 രൂപ 3000 രൂപ കൊടുത്ത് ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണല്ലോ, അത് പേ ചെയ്ത് പഠിക്കുക. എന്നാലും യൂട്യൂബിന് മാത്രം ആശ്രയിക്കുന്നത്. യൂട്യൂബ് നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നില്ല. യൂട്യൂബിൽ നിന്ന് അറിവ് കിട്ടും, പക്ഷേ 100% നോളജ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടില്ല. പലരും ചെയ്യുന്ന കാര്യമാണ്, കുറച്ച് യൂട്യൂബിൽ നിന്ന് പഠിക്കും, കുറച്ച് PDF ഡൗൺലോഡ് ചെയ്തിട്ട് PDF പഠിക്കും, ബാക്കി കുറച്ച് കാര്യങ്ങൾ എന്താ ഏതെങ്കിലും കോഴ്സിന് പഠിക്കും, അല്ലെങ്കിൽ ബാക്കി മോക്ക് ടെസ്റ്റ് പഠിക്കും. അങ്ങനെയല്ല നിങ്ങൾ പഠിക്കുന്നത്. ഏതെങ്കിലും ഒരു സോഴ്സിനെ യൂട്യൂബ് ആണോ, ഓക്കെ ശരി, നിങ്ങൾ യൂട്യൂബ് മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ PDF ആണോ, PDF മാത്രം ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ശരിക്കും ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. യൂട്യൂബിൽ മാത്രം ആശ്രയിച്ച് നിങ്ങൾക്ക് എക്സാം ബ്രേക്കണമെന്ന് ഞാൻ പറയില്ല. ഓഫ് കോഴ്സ് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ തന്നെയാണ് പഠിച്ചു. അതിൻ്റെ കൂടുതൽ ഞാൻ സെൽഫായിട്ട് നോട്ട്സും പ്രിപ്പയറും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, യൂട്യൂബിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തു, പക്ഷെ ഫുൾ യൂട്യൂബ് മാത്രമല്ല ഞാൻ പഠിച്ചത്. എനിക്ക് മാത്സിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ മാത്സ് ഇതൊന്നും നോക്കിയിട്ടാണ് പഠിച്ചത്. അതിനനുസരിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷെ അന്ന് ഫുൾ നോളജ് കിട്ടും എന്നുള്ളത്, അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ 2-3 വർഷം ഇങ്ങനെ അനാലിസിസ് ചെയ്ത് പല സോഴ്സിൽ നിന്ന് പഠിച്ച് നിങ്ങൾ നോളജ് ഉണ്ടാക്കി പിന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം. അല്ലാതെ സ്റ്റാർട്ടിങ് ഒന്നും അറിയാത്താണ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് യൂട്യൂബ് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് ഐഡിയ. അതുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ നിങ്ങളൊരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കുക, അതിന് നോട്ട് ഉണ്ടാക്കുക. പക്ഷെ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് NCERT എഴുതിയാണ്, പ്രത്യേകിച്ച് സയൻസിൻ്റെ കാര്യത്തിൽ. സയൻസിൻ്റെ മെയിൻ NCERT ഈച്ചിൻ്റെ ഒരു പോയിന്റിൻ്റെ അകത്തുനിന്ന് പഠിക്കുക. റീസണിങ് നിങ്ങൾ ആദ്യം ബേസിക്സ് ഉണ്ടാക്കുക. ബേസിക്സ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ചില റീസണിങ്ങിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ കലണ്ടർ എന്ന് പറയുന്ന ഇന്ന ഡേറ്റ്, ഇൻഡിപെൻഡൻസ് ഡേ 1995 ഫ്രൈഡേ ആണെങ്കിൽ 1947 ഓഗസ്റ്റ് 15 ഏത് ഡേറ്റിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരാം. നമ്മളപ്പോൾ ഓരോ ഡേറ്റിന് എണ്ണി പുറകോട്ട് പോകും ഇല്ല, അതിൻ്റെതായിട്ടുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. റീസണിങ്ങിന് ഷോർട്ട് കട്ട് ഉണ്ട്. സിലോജിസം എന്ന് പറയുന്നതിന് ഷോർട്ട് കട്ട് ഉണ്ട്. സിലോജിസം എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ പറഞ്ഞ സിമ്പിളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായുള്ള ഷോർട്ട് കട്ട്സും കാര്യങ്ങളും ടൈം ലാഭിക്കാം. നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ കിട്ടുന്ന സമയം ലാഭിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ കോഴ്സ് ചേർന്നാലും അതിൽ നഷ്ടമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സെൽഫായിട്ട് പഠിക്കാൻ പറ്റിയ പഠിച്ചത്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക ആ കാര്യം. പിന്നെ സയൻസ്, റീസണിങ്, മാത്സ് അതേപോലെ. മാത്സ് ചുമ്മാ വാരി വിളിച്ച് പഠിക്കാതെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുക. നിങ്ങൾക്ക് ആ മാത്സ് ഒക്കെ യൂട്യൂബിലേക്ക് ചെയ്തോ, ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് SSCൻ്റെയും GKൻ്റെയും വർക്കൗട്ട് ചെയ്യും. SSCൻ്റെയും റെയിൽവേൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. മാത്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ഒക്കെ 25 ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് മേ ബി സ്റ്റാൻഡേർഡ് ആയിട്ട് വരാം. ബാക്കി 20 ക്വസ്റ്റ്യൻസും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് വരാനാണ് സാധ്യത. ഇനി ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സയൻസ്, മാത്സ്, റീസണിങ്, GK ഞാൻ ഓൾറെഡി പറഞ്ഞു. കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിക്കിന് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമില്ല. ഓക്കെ, സിലബസ് പഠിക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തൽക്കാലം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്പിന് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യും. മോക്ക് ടെസ്റ്റ് പഠിച്ച് ചുമ്മാ അങ്ങ് പ്രാക്ടീസ് ചെയ്യാതെ അതിലെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസ് ചെയ്യുക. നിങ്ങൾക്ക് പെർസെൻറ്റേജ് എത്ര സ്കോർ കിട്ടുന്നു അല്ല നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് 90%, 95% അടുത്ത് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ 95% കിട്ടിയാൽ മെയിൻ എക്സാമിൽ നിങ്ങൾ സേഫ് ആയിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം. എല്ലാ മോക്ക് ടെസ്റ്റും 95% നിങ്ങളെ കൊണ്ട് വാങ്ങാൻ പറ്റും. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് സ്പീഡ് മാനേജ് ചെയ്യാൻ പറ്റും, നമുക്ക് വീക്ക് പോയിന്റ് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതാണ് മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത്, ഗ്രൂപ്പ് ഡിക്ക്
വേക്കൻസി ഇൻക്രീസിനെ കുറിച്ച് പറഞ്ഞു, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കമ്പൈൻ സ്റ്റഡി പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം ഫ്രണ്ട്സായിട്ട്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് വർക്കും ചെയ്യാം. ഒരേ കാര്യങ്ങൾ സ്റ്റിക്ക് ചെയ്തിരിക്കും. GK ആകെ 20 മാർക്കുള്ളൂ. ആ GK ആയിരിക്കും നിങ്ങൾ കൂടുതൽ സമയം സ്ട്രെസ് ചെയ്യുന്നത്. എന്നിട്ട് ഫുൾ മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾ അതിനാണ് സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ റീസണിങ്ങിലും ഫുൾ മാർക്കിനെങ്കിലും 30-25 ക്വസ്റ്റനെങ്കിലും മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം. കിട്ടാൻ പറ്റും. ഓക്കെ, മാത്സിലും 25-20 ക്വസ്റ്റൊക്കെ ഷുവറായിട്ട് കിട്ടും. സയൻസിൽ ന്യൂമറിക്കൽസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൂപ്പ് ഡിനെ സംബന്ധിച്ചിടത്തോളം. ന്യൂമറിക്കൽസ്, ഫിസിക്സ് ന്യൂമറിക്കൽസ്, കെമിസ്ട്രീൻ്റെ ആണെങ്കിൽ തന്നെ മോൾ കൺസെപ്റ്റ് എന്നുള്ള ഭാഗങ്ങളൊക്കെ ചോദ്യം വരും. ഞാൻ യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡി ഫിസിക്സ് ന്യൂമറിക്കൽസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ NCERT ബേസ്ഡ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ഈ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ ഫിസിക്സിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്താൽ അതിന് അത്യാവശ്യം നല്ലപോലെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സയൻസ് ന്യൂമറിക്കൽസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിനെ കുറിച്ച് കിട്ടിയില്ലേ. ഇനി ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് അവർക്ക് ഗ്രൂപ്പ് ഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ ഒരാൾ ചോദിച്ചതാണ്, അതായത് ഒരാളുടെ ചോദ്യമാണ്, അതായത് ഗ്രൂപ്പ് ഡി കണ്ടക്ട് ചെയ്യുന്നത് RRBക്ക് പകരം RRC ആണോ, എന്താണ് ഇതിന്റെ വ്യത്യാസം? കർണാടകയിൽ RRB ബാംഗ്ലൂർ ഉള്ളപ്പോൾ RRC ഹുബ്ലിയാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ RRCകൾ ഏതൊക്കെയാണ് ഇൻക്ലൂഡിങ് നമ്മളുടേത്? ഞാനിപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഇതിന്റെ ടൈറ്റിൽ പോലും ഞാൻ RRB ഗ്രൂപ്പ് ഡി ഇട്ടിരിക്കുന്നത്. തമിഴിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, RRB ഗ്രൂപ്പ് ഡി ഹൗ ടു ക്രാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സത്യമായിട്ട് പറഞ്ഞാൽ RRB അല്ല, RRC ആണെന്നുള്ളതാണ് സത്യം. പക്ഷേ RRB RRC ഒക്കെ ഒരേ തന്നെയാണ്. ശരിക്കും RRCB എന്ന് പറയാം, റെയിൽവേ റിക്രൂട്ട്മെന്റ് കൺട്രോൾ ബോർഡ്. ഇതിന്റെ കീഴിൽ വരുന്നതാണ് RRB ആണെങ്കിലും RRC ആണെങ്കിലും. നിങ്ങൾക്കറിയോ, അതായത് നമുക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് 4 രീതിയിലാണ്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ആണല്ലോ. ഈ 4 എക്സാമും കണ്ടക്ട് ചെയ്യാൻ ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഈ റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് A എന്ന് പറയുന്നത് IAS പോസ്റ്റാണ്, UPSC പോസ്റ്റാണ്. UPSC അല്ലെങ്കിൽ IES, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ UPSC, IAS ഇതൊക്കെയാണ് ഗ്രൂപ്പ് A പോസ്റ്റിൽ വരുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴും ആദ്യം കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ, UPSCനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ RRB ഇത് കണ്ടക്ട് ചെയ്യൂ? ഇല്ല, അതങ്ങനെയാണ്. അതാണ് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന റൂൾ. ആ ഒരു ഓരോ പോസ്റ്റിന്റെ മുഖ്യത്തിനനുസരിച്ച് UPSC ആയിരിക്കും ഗ്രൂപ്പ് A പോസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഗ്രൂപ്പ് ബിനും ചില പോസ്റ്റ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് B എന്ന് പറയുന്നത് ഗ്രൂപ്പ് C പ്രൊമോട്ട് ചെയ്ത് വരുന്ന പോസ്റ്റ് ഗ്രൂപ്പ് B. ഓക്കെ, സ്റ്റേഷൻ മാസ്റ്റർ പ്രൊമോട്ട് ചെയ്തിട്ട് അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജറോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്ലർക്ക് പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ആൾക്കാർ അസിസ്റ്റന്റ് കൊമേഴ്ഷ്യൽ മാനേജറോ. അപ്പോൾ അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ എന്ന് പറയുന്ന ആൾ പ്രൊമോട്ട് ചെയ്തിട്ട് DOM ആകും. ഇതൊക്കെ ഗ്രൂപ്പ് B പോസ്റ്റാണ്. ഈ DOM വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് സീനിയർ DOM ആകാം. സീനിയർ DOM ആയത് ഗ്രൂപ്പ് A പോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് UPSC വഴിയാണ്. ഗ്രൂപ്പ് C എന്ന് പറയുന്നതാണ് ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, TT ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ക്ലർക്ക് ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് JE ആയിക്കോട്ടെ, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ SSC ആയിക്കോട്ടെ, ഇതൊക്കെ ഗ്രൂപ്പ് C പോസ്റ്റാണ്. ഇവരെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ് ആരാണ്? റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ ബോർഡ്, RRB. ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിക്കുന്ന പോസ്റ്റാണ്, അറ്റ് എ ടൈം കൂടുതൽ ആൾക്കാർ എഴുതുന്ന പോസ്റ്റാണ് ഗ്രൂപ്പ് D അല്ലെങ്കിൽ ലെവൽ 1. ഈ ഗ്രൂപ്പ് ഡിനെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് RRC, റെയിൽവേ റിക്രൂട്ട്മെന്റ് സെൽ. ഈ ബോത്ത് RRC, RRB എന്ന് വെച്ചാൽ രണ്ടും ഒരേ അച്ഛൻ്റെ 2 മക്കളാണെന്ന് വേണമെങ്കിൽ പറയാം. RRCB, റെയിൽവേ റിക്രൂട്ട്മെന്റ് കൺട്രോൾ ബോർഡിന്റെ 2 ആൾക്കാരാണ് RRBയും RRCയും. ഇപ്പോൾ ഗ്രൂപ്പ് ഡി കണ്ടക്ട് ചെയ്യുന്നത് RRC ആണ്. RRB എന്ന് പറയുമ്പോൾ മൊത്തം 21 ഡിവിഷൻ ഉണ്ട്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് 21 ഡിവിഷനിലാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ RRC എന്ന് പറയുമ്പോൾ ചില ഡിവിഷനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ചാണ്. 16 ഡിവിഷനിൽ മാത്രമേ RRC ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ RRC ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഓക്കെ, ആള് കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് ഡിക്ക് RRC ചെന്നൈ ആണ് അപ്ലൈ ചെയ്തത്. RRC ചെന്നൈ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ RRB ചെന്നൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ 3 ഡിവിഷനല്ലേ വരുന്നുള്ളൂ. RRB ചെന്നൈൻ്റെ കീഴിലാണ് സേലം, അതുപോലെ ട്രിച്ചി, അതുപോലെ ചെന്നൈ വരുന്നത്. RRB ട്രിവാൻഡ്രത്തിന്റെ കേസിലാണ് ആരൊക്കെ വരുന്നത്? മധുരൈ, ട്രിവാൻഡ്രം, പാലക്കാട് വരുന്നത്. 3.
3 ഡിവിഷൻ. പക്ഷേ ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. സദേൺ റെയിൽവേ എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിട്ട് RRB ട്രിവാൻഡ്രം, RRB ചെന്നൈയും ഒരുമിച്ചാണ് ഗ്രൂപ്പ് ഡി പോസ്റ്റിനെ റിക്രൂട്ട്മെന്റ് അത് ചെയ്യുന്നത്. സദേൺ റെയിൽവേ RRC ചെന്നൈ അല്ലെ, RRC ചെന്നൈ അതെന്ന് പറയുമ്പോൾ ആള് RRC ചെന്നൈയാണ് അപ്ലൈ ചെയ്തത്, പക്ഷെ ആൾക്ക് കിട്ടിയത് പാലക്കാട് ഡിവിഷൻ. അപ്പൊ നിങ്ങൾക്ക് സദേൺ റെയിൽവേയിൽ എവിടെ വേണമെങ്കിലും നിങ്ങളെ പോസ്റ്റ് ചെയ്യാം ഗ്രൂപ്പ് ഡിയിൽ. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. ഒറ്റ നമ്മുടെ എന്ന് പറയുമ്പോൾ ചെന്നൈൻ്റെ ഒന്നേ ഉള്ളൂ. RRC ചെന്നൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാലക്കാട് പോസ്റ്റിംഗ് വരാം, സേലം പോസ്റ്റിംഗ് വരാം, വേറെ എവിടെയെങ്കിലും പോസ്റ്റിംഗ് വരാം, എവിടെയെങ്കിലും പോസ്റ്റിംഗ് വരാം. മാക്സിമം നിങ്ങളുടെ വീട്ടനുസരിച്ച് അടുത്തായിരിക്കും. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു, കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് അങ്ങനെയായിരുന്നു, ഈ വർഷം അങ്ങനെ ആവാനാണ് സാധ്യത. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിലൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനില്ല ഇപ്പോൾ സേലത്താണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പാലക്കാട് വരെ നല്ല ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അന്നെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്തെങ്കിലും നോക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് എംപ്ലോയിയുടെ പെൺകുട്ടികളുടെ കല്യാണം കഴിയും. അല്ലാതെ ഇങ്ങനെ 1 വേ ട്രാൻസ്ഫർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്രൂപ്പ്സിൽ അത്ര ബുദ്ധിമുട്ടില്ല സ്റ്റേഷൻ മാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ, പക്ഷേ ഈ കാര്യത്തിൽ ഗ്രൂപ്പിൻ്റെ അടുത്ത് വരും. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ പാലക്കാട് കിട്ടിയ ലോട്ടറി എന്ന് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ ട്രിവാൻഡ്രം കിട്ടിയ ലോട്ടറി എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ശരി. അടുത്ത ചോദ്യമാണ്, ഗ്രൂപ്പ് ഡി 10th ലെവൽ എക്സാം ആയിട്ടും NTPCയെക്കാളും കോംപ്ലിക്കേറ്റഡ് സയൻസ് പ്രോബ്ലം ചോദിക്കുന്നത് 25 സയൻസ് വെയിറ്റേജ് ഉള്ളത് കൊണ്ട് മാത്രമാണോ, അതോ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആക്കുക എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണോ? എല്ലായ്പ്പോഴും അങ്ങനെയാണെന്ന് അറിയില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടു, അങ്ങനെ ആയിരിക്കും. അത് ഈ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡിയിൽ ഈ നിങ്ങളുടെ റാങ്ക് ഡിറ്റർമിനിങ് പാർട്ട് എന്നുള്ളതാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ഏത് എക്സാമും റെയിൽവേ നോക്കിയാൽ എല്ലാത്തിലും ഒരു 1, 2, 3 ടൈം CBT കാണും അല്ലേ? പക്ഷേ ഗ്രൂപ്പ് ഡിക്ക് മാത്രം എന്താ ഒറ്റ CBTയിലുള്ളൂ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യണം, കട്ട് ഓഫ് കുറയ്ക്കാനേ നോക്കുള്ളൂ. മാത്രമല്ല ഈ ഗ്രൂപ്പ് ഡിൻ്റെ 90% എന്ന് പറയുന്ന 90 അല്ലെങ്കിൽ ഒരു 80% ടെക്നിക്കൽ പോസ്റ്റ് അല്ലേ? അല്ല, ഇപ്പൊ തന്നെ നോക്കുക, 5000 പോയിന്റ്സ്മാൻമാരുണ്ട് ഈ 30,000. ബാക്കി 30,000 അടുത്ത് വരുന്നത് ടെക്നിക്കലായി. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, സയൻസ് അല്ലേ? അതുപോലെ പിന്നെ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിന്ന് പ്രൊമോഷൻ ആയിട്ട് എളുപ്പത്തിൽ പോകുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള എഞ്ചിനീയർ, അതേപോലെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ALP ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷനായി പോകുമ്പോൾ അതും അവിടെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ സയൻസിന് എല്ലാവരും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ സയൻസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സയൻസിനെ ടഫാക്കി നോക്കുന്നത്. അതിന് സയൻസ് ന്യൂമറിക്കൽസ് അതുകൊണ്ടാണ് തരുന്നത്. കാരണം ഭാവിയിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി കയറുമ്പോൾ കാരണം ടെക്നിക്കൽ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേണ്ടത്. എക്സെപ്റ്റ് ഈ പോയിന്റ്സ്മെന്റ് ഒഴികെ ബാക്കിയുള്ള പോർഷൻ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് കൂടുതൽ വേണം. അതുകൊണ്ടായിരിക്കാം അവർ സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാത്രമല്ല കോമ്പറ്റീഷൻ അവർക്ക് കൂട്ടിയേ പറ്റും. പിന്നെ ഗ്രൂപ്പ് ഡി വ്യത്യസ്ത പോസ്റ്റുകളുടെ സ്വഭാവം എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും മികച്ച കുറച്ചെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ എന്തൊക്കെ ചൂസ് ചെയ്യും? ഗ്രൂപ്പ് ഡി വ്യത്യസ്ത പോസ്റ്റുകളുടെ സ്വഭാവം എങ്ങനെയാണ്? എനിക്ക് ഗ്രൂപ്പ് ഡിന് കൂടുതലായിട്ടുള്ള പോസ്റ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കണ്ടാൽ മനസ്സിലാവും. പോയിന്റ്സ്മാൻ വരും, ട്രാക്ക് മെയിൻ്റെനൻസ് വരും, ലോക്കോ ഷെഡിലുള്ള അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് വരാറുണ്ട് അല്ലേ? ഇലക്ട്രിക്കലും മെക്കാനിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല പോസ്റ്റും ഉണ്ട്. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ പോയിന്റ്സ്മാൻ ആണ് ഏറ്റവും ബെറ്റർ. അത് മാത്രമല്ല ഈ പോയിന്റ്സ്മാൻ എന്ന് പറയുമ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിന്റെ കീഴിൽ വരുന്ന ആൾക്കാരാണ്. അവർക്ക് വലിയ രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവില്ല. പിന്നെ ഈ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കണ്ണിന് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നത് പോയിന്റ്സ്മാൻ. അപ്പം നിങ്ങൾ ജസ്റ്റ് അവർ പറയുന്ന മാർക്ക് നല്ല മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ്സ്മാൻ കിട്ടണമെന്നില്ല. കണ്ണിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേഷൻ മാസ്റ്റേഴ്സിന് അതേ സ്റ്റാൻഡേർഡ് തന്നെ വേണം. പോയിന്റ്സ്മാൻ മാർക്കും A2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വേണം. അപ്പം അങ്ങനെയുള്ളവർക്ക് പോയിന്റ്സ്മാൻ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. നല്ല മാർക്കും വേണം, നല്ല കട്ട് ഓഫും വരും. പക്ഷേ ട്രാക്ക് മെയിൻ്റെനൻസ് ഈ പട്ടിപ്പണി എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയിലേക്ക് ട്രാക്ക് മെയിൻ്റെനൻസ്. അത് പൊതുവെ അതിൽ കയറിയ ആൾക്കാർ വലിയ രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ പറയുന്നത്, താങ്കൾ സ്റ്റേഷൻ മാസ്റ്ററായി വർക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡി ആയി വർക്ക് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആയിട്ട് കയറുമ്പോൾ എനിക്ക് ഗ്രൂപ്പ് ഡി ആയിട്ട് അറിയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ട്രാക്ക് മെയിൻ്റെനൻസ്, ഗേറ്റ് കീപ്പർ, അതേപോലെ പോയിന്റ്സ്മാൻ, ഇവരൊക്കെ. ഗേറ്റ് കീപ്പർ എന്ന് പറയുമ്പോൾ ട്രാക്ക് മെയിൻ്റെനൻസ് തന്നെയാണ് ഗേറ്റ് കീപ്പറായിട്ട് നിർത്തുന്നത്. പിന്നെ അവർ ഭാവിയിൽ എഞ്ചിനീയറിംഗ് എക്സ് സർവീസ് മാനൊക്കെ ഇനി ഗേറ്റിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. സത്യാവസ്ഥ ഒന്നും അറിയില്ല. സിൽവാട്ടോ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ ആലോചിക്കുക. എനിക്കറിയുന്ന ആൾക്കാർ ഈ ട്രാക്ക് മെയിൻ്റെനൻസും അതേപോലെ പോയിന്റ്സ്മാൻ ആണ്. പോയിന്റ്സ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഹാപ്പിയാണ്. ട്രാക്ക് മെയിൻ്റെനൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊന്നും അത്ര ഹാപ്പി അല്ല.
കാരണം അവരുടെ പണീൻ്റെ ജോലിയും കാര്യങ്ങളും നല്ല സ്ട്രെസ്സാണ്. നിങ്ങൾക്ക് ഈ 2 ജോലിയിലും വ്യത്യാസം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ RRC ചെന്നൈൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുക. അതിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഈ ട്രാക്ക് മെയിൻ്റനൻസിൻ്റെ വർക്ക് എന്താ, പോൺസ്മെൻ്റ് വർക്ക് എന്താന്നൊക്കെ പറഞ്ഞാൽ അതിൽ കാണിക്കുന്നുണ്ട്. ഒരു യൂട്യൂബ് വീഡിയോ കാണും, ലിങ്ക് അത് കയറി നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും ട്രാക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ജോലി അത്ര വലിയ ജോലി. നിങ്ങൾക്ക് ഇൻഹാൻഡ് സാലറി 30,000, അത് ഞാൻ പറയാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആണെങ്കിലും സ്റ്റാർട്ടിങ് സാലറി 18,000 ബേസിക് പേ പറയുന്നുണ്ടെങ്കിലും കയ്യിൽ നിങ്ങൾക്ക് മിനിമം 27,000 to 28,000 എന്തായാലും കിട്ടും. ഇതിന് ലോക്കൽ വലിയ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ കിട്ടും. ഹയർ സ്റ്റുഡൻ്റ് അലവൻസുകൾ കൂടുതലായിരിക്കും. എന്തായാലും അത്രയും എമൗണ്ട് കിട്ടും. പിന്നെ നിങ്ങൾ വന്നാൽ ചിലപ്പോൾ 1-2 വർഷത്തിനുള്ളിൽ പേ കമ്മീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി വരുമ്പോൾ ചിലപ്പോൾ 30-40% വീണ്ടും കൂടുതലായിരിക്കും കിട്ടുന്നത്. എന്ന് വെച്ചാൽ 28,000 കിട്ടുന്ന സ്ഥലത്ത് 38,000-40,000 രൂപ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് കയ്യിൽ സാലറി കിട്ടും. അപ്പോൾ സാലറിയെ കുറിച്ച് അറിയി ചെയ്യേണ്ട, പക്ഷേ ചെയ്യുന്ന ജോലി അങ്ങനെയുള്ള ജോലി കൂടിയായിരിക്കും. ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ശീലമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ട്രാക്ക് മെയിൻ്റനൻസ് അത്യാവശ്യം ടഫുള്ള ജോലിയാണ്. ഉള്ളതിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റ് പൊതുവേ ആരും ഇഷ്ടപ്പെടാത്തൊരു പോസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് നെഗറ്റീവായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് ജോലിയാണ് മുഖ്യം. ജോലി മുഖ്യം ബിഗില്, അത് കഴിഞ്ഞ് പ്രൊമോഷനായി പോകണം, അത് മുഖ്യം ബിഗില്. ഓക്കെ, ശരി. ഗ്രൂപ്പ് ഡി വ്യത്യസ്ത പോസ്റ്റുകളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് താങ്കൾ സ്റ്റേഷൻ മാസ്റ്ററായി ഗ്രൂപ്പ് ഡി വർദ്ധിച്ചൊക്കെ ഒഴിവിൻ്റെ പാതി മാത്രം വേക്കൻസി ആയിട്ട് വരുന്നത് പോലെ എല്ലാ വർഷവും എക്സാം നടത്തുന്നത് ഉള്ളതുപോലുമല്ലേ? എല്ലാ വർഷവും എക്സാം നടത്തുന്നത് കൊണ്ടുള്ള ഒഴിവിൻ്റെ പാതിയായിട്ട് വരുന്നത് അറിയില്ല. ഞാൻ ഓൾറെഡി എന്തുകൊണ്ടാണെന്നുള്ള റീസൺ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ വർഷവും എക്സാം ഒന്നും വരില്ല, അതൊന്നും നിങ്ങൾ മനക്കോട്ട കെട്ടണ്ട. എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ വരുമായിരിക്കും. 2 വർഷത്തിൽ ഒരിക്കൽ എക്സാം കണ്ടക്ട് ചെയ്ത ഭാഗ്യമെന്ന് വിചാരിക്കുക. ഓക്കെ, എങ്കിലും അങ്ങനെ കുറച്ച് ആളുകളെ എടുക്കുന്നത് റെയിൽവേയിലെ പ്രവർത്തനങ്ങൾ ആളിൻ്റെ ഷോർട്ടേജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അത് പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഗ്രൂപ്പ് ഡിൻ്റെ CBT 1 കോൺസെൻട്രേറ്റ് ചെയ്യുക. CBT 1 കഴിഞ്ഞത് നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യില്ലേ എന്നുള്ളതല്ല, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ആൺകുട്ടികളാണെങ്കിൽ 1 കിലോമീറ്റർ ഓട്ടോ ഒക്കെ ഉണ്ടാകും. അത് നിങ്ങൾ 4 മിനിറ്റ് 15 സെക്കൻഡിൽ ക്ലിയർ ചെയ്യണം. 1 മിനിറ്റ് 1 കിലോമീറ്റർ ഓട്ടം. അതുപോലെ 100 കിലോഗ്രാം നമ്മൾ തോളിൽ ചുമന്നിട്ട് 100 മീറ്റർ ഓടണം. അതിന് എത്ര സമയമുണ്ട്? 15 മിനിറ്റ് അതോടി കയറണം. പെൺകുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. 5 മിനിറ്റ് 40 സെക്കൻഡിലൊക്കെ 1 കിലോമീറ്റർ ഓടിയാൽ മതി. ഓക്കെ, എന്തൊക്കെയുണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം കേട്ടോ, സമയം ഒരുപാട് പോയി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ പിന്നെ ആരും 1-2 ഡൗട്ട് കൂടി ചോദിക്കേണ്ടത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ പഠിക്കേണ്ടത്, അതെങ്ങനെ സെറ്റ് ആക്കുക? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ കമ്പാരിറ്റീവ്ലി ഈ 4 പാർട്ടും ഈസി QA ആവാനുള്ള സാധ്യത. അത് നിങ്ങൾ ബേസിക്സ് നല്ലപോലെ അറിഞ്ഞിരിക്കുക, ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരിക്കുക. അറിഞ്ഞില്ലെങ്കിൽ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇനി യൂട്യൂബ് ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. അതിനനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്, അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ SSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ രീതിയിൽ പഠിച്ചാൽ മതി. ഇപ്പോൾ SSC പഠിച്ചിരിക്കുന്നവർ അതേ രീതിയിൽ QA പഠിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, QAൻ്റെ കാര്യത്തിൽ പിന്നെ ഒരാൾ ചോദിച്ചത് പഠിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ സാർ, തുടക്കക്കാരനായി എനിക്ക് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം? തുടക്കക്കാരനായി നിങ്ങൾക്ക് എങ്ങനെ എക്സാം ക്രാക്ക് ചെയ്യാം? അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. 2 മാസത്തിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. 2 മാസത്തിൽ നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ സൂപ്പർ. ഞാൻ ഓൾറെഡി ഒരു ക്ലാപ്പും തന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് സോ ഈസി. കുറച്ച് ഹാർഡ് വർക്ക് നല്ലപോലെ ചെയ്യേണ്ടി വരും. അതും പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അതാ എഴുതിയിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നത് 3C അല്ല. ഞാൻ പക്ഷെ അങ്ങനെ തന്നെയാണ് പഠിച്ച്. പക്ഷേ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് കോവിഡൊക്കെ വന്നുകൊണ്ട് ഒരുപാട് സമയം കിട്ടി പഠിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ക്രാക്ക് ചെയ്തത്. പക്ഷേ 2 മാസം കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ ക്രാക്ക് ചെയ്യുന്നത് എനിക്കറിയില്ല. ഒന്നെങ്കിൽ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം ഇതിനു വേണ്ടി, ഇതാണ് അംബിഷൻ, ഇതിനു വേണ്ടി ഇറങ്ങുക. അല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, അടുത്ത ഗ്രൂപ്പ് ഡി ആക്ടിവിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പഠിത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത എക്സാം ക്രാക്ക് ചെയ്യുക. എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഡി ഫീമെയിൽസിന് പറ്റിയ ജോബാണ്. ഓഫ് കോഴ്സ് എന്താണ് ബുദ്ധിമുട്ട്? ഗ്രൂപ്പ് ഡിക്ക് എന്താ ബുദ്ധിമുട്ട്? പോർട്സ്മാൻമാരായിട്ട് എത്ര ഗേൾസ് ഉണ്ട്? എന്താ ട്രാക്ക് മെയിൻ്റനൻസ് കുറച്ച് നിങ്ങൾക്ക് ടഫ് ഉണ്ടാവും. സോ ബെറ്റർ നല്ലപോലെ പഠിച്ച് ഗ്രൂപ്പ് ഡിയിൽ പോർട്സ്മാൻ ആയിട്ടോ വേറെ വല്ല ട്രാക്ക് മെയിൻ്റനൻസ് ആയിട്ട് മാക്സിമം ഒഴിവാകാൻ നോക്കാം ഫീമെയിൽസ് ആണെങ്കിൽ. ഓക്കെ, പിന്നെ PWD ഗ്രൂപ്പ് ഡി സൂറ്റബിൾ പോസ്റ്റ് ഏതൊക്കെയാണ്? PWD ഗ്രൂപ്പ് ഡിൻ്റെ സൂറ്റബിൾ പോസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോർട്സ്മാൻ അയക്കുക, അതെല്ലാം സൂറ്റബിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, PWD സൂറ്റബിൾ പോസ്റ്റ് ഏതാ? അതിന് കട്ട് ഓഫ്, ജനറൽ കട്ട് ഓഫ് ക്ലിയർ ആവുന്നവർക്ക് PWD പരിഗണിക്കും. ഓഫ് കോഴ്സ് PWD എന്നാണ് നിങ്ങൾ ജനറൽ കട്ട് ഓഫ് ആണ് കയറുന്നെങ്കിൽ അതിൽ പരിഗണിക്കും. അല്ലെങ്കിൽ PWDയിലാണ് കട്ട് ഓഫ് കയറുന്നെങ്കിൽ അതിൽ പരിഗണിക്കും. അയ്യോ, അപ്പം ഇത്രയും സമയം ഒരുപാട് ഞാനൊരു 15-20 മിനിറ്റ് തീർക്കാന്ന് വിചാരിച്ച കാര്യം 45 മിനിറ്റ്. ഓക്കെ, പാട്ട്
അത് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു വിചാരിച്ചു പോലെ പിന്നെ വിട്ടും പോയോട്ടോ, എനിക്ക് സോറി. അപ്പോൾ തൽക്കാലം അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ. ടെലിഗ്രാം ചാനൽ ഞാൻ ഗ്രൂപ്പ് ക്വിസ് കയ്യിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ വന്നതാണ്. ഇപ്പോൾ CA തന്നെ 3000 അടുത്ത് ക്യൂസൊക്കെ ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. സയൻസിൻ്റെ MCQ പ്യൂർലി ബേസ്ഡ് ഓൺ NCERT ക്യൂസ് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 2000 ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. വേറെ സബ്ജക്റ്റിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. സോ തൽക്കാലം ബൈ, സീ യു, ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.